ഹായ് ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. ഒരു ദിവസം മുന്നേ പോപ്പുലർ ഫിനാൻസ് കമ്പനിയുടെ ഫ്രോഡ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. വേറൊന്നുമല്ല, ഏത് ന്യൂസ് ചാനൽ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ന്യൂസ് വായിച്ചപ്പോൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഫിനാൻഷ്യൽ കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകളും ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്ത ആളുകളും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടാൻ കാത്തിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ എമൗണ്ടൊന്നും ഇട്ടവരുടെ കംപ്ലൈൻറ്റ് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഈ വലിയ എമൗണ്ട് ഇട്ട ആളുകൾ ഒന്നെങ്കിൽ നാട്ടിലുണ്ടാവില്ല, NRIs ആയിരിക്കും, അല്ലെങ്കിൽ പല ആളുകളുടെയും ബ്ലാക്ക് മണി പല പേരിലും ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊന്നും അറിയൂല എന്ന് വിചാരിക്കും. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. നമ്മുടെ പൈസ ഹാർഡ് ക്യാഷ് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ അത് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ കുറച്ച് NRIs അവർ സാധാരണ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവരുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടൊക്കെ വെച്ചിട്ട്, റെസിഡൻ്റ് അക്കൗണ്ട്, നാട്ടിലെ അക്കൗണ്ട് വെച്ചിട്ട് നല്ല എമൗണ്ടിന് ട്രേഡ് ചെയ്യും. പെട്ടെന്നായിരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു SMS കിട്ടുക, പാൻ കാർഡ് ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ IT റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ആൻസർ തരണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഇവർ അറിയുന്നത്, ഇനി ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, അതായത് വലിയ എമൗണ്ട് വെച്ചിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് വലിയ എമൗണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് ഇതാരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, ആ ഇൻഫർമേഷനൊക്കെ അവർക്ക് അത് കിട്ടും. അവർ അത് വെച്ചിട്ട് അന്വേഷണം നടത്തുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ എൻക്വയറി നടത്തുന്നുണ്ടോ അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഈ ഇൻഫർമേഷനൊക്കെ അവർക്ക് പോവും. അങ്ങനെ ഒരു ഏകദേശം 15 ടൈപ്പ് ഓഫ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോവും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ കീപ് വാച്ചിങ്. ആദ്യത്തെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക. ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ആ ബാങ്കിൽ ചെന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് 3-4 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഒരു ബാങ്കിൽ ചെന്നിട്ട് ഒരു 6 ലക്ഷവും രണ്ടാമത്തെ ബാങ്കിൽ ചെന്നിട്ട് ഒരു 5 ലക്ഷം രൂപ ഇട്ടെന്ന് വിചാരിച്ചു. ഒരു കൊല്ലത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ തന്നെ മൊത്തത്തിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 11 ലക്ഷമായി. അപ്പോൾ ആദ്യത്തെ ബാങ്ക് ഈ ന്യൂസ്, ഈ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് വെച്ചിട്ട് പേ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്കിൽ ചെന്ന് ആരെങ്കിലും പേരിൽ വാങ്ങിക്കുന്നതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് DD വാങ്ങിക്കുക. അതായത് ബാങ്കിൽ ചെന്നിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഒരാളുടെ പേരിൽ DD വാങ്ങിക്കുക. അത് 10 lakh എമൗണ്ടിൻ്റെ മുകളിലുള്ള DD ആണെങ്കിൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതാണ്. 10 lakhൻ്റെ മുകളിലുള്ളൊരു ഫിഗർ ക്യാഷായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. ഒരു കാര്യം നോക്കുക, ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിന് മാത്രമാണ് ഇൻഫർമേഷൻ പോകുള്ളൂ. നമ്മൾ ഓൾറെഡി ഉള്ള FDന്ന് നമ്മൾ റിന്യൂവൽ നടത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും FD ഉണ്ടാക്കണമെങ്കിൽ അത് ആ ഇൻഫർമേഷൻ പോകില്ല. ഫ്രഷ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ഇൻഫർമേഷൻ മാത്രമാണ് 10 lakhൻ്റെ അബവ് വന്നു കഴിഞ്ഞാൽ പോകുള്ളൂ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ RBIയുടെ എന്തെങ്കിലും പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് 10 lakh എബവ് ക്യാഷ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. അത് RBIയുടെ ബോൺസോ അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും എബവ് 10 lakhൻ്റെ ക്യാഷ് പർച്ചേസ് ആ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ക്യാഷ് ഡെപ്പോസിറ്റ് തന്നെയാണ്. ഇത് സേവിങ്സ് അക്കൗണ്ടിലല്ല, കറണ്ട് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോവൽ 50 ലക്ഷം രൂപയുടെ മുകളിൽ ഒരു കൊല്ലം വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയോ ചെയ്യുക.
2 ലക്ഷത്തിൻ്റെ മുകളിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. അത് കാരണമാണ് കണ്ടമാനം കമ്പനീസ് ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാഷ് വാങ്ങിക്കാതെ വലിയ എമൗണ്ട് ആണെങ്കിൽ അത് ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ത്രൂ ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ട്രാവലേഴ്സ് ചെക്ക് വെച്ചിട്ട് ഫോറിൻ കറൻസിയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എബവ് ₹10 lakh വരെയാണെങ്കിൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം എന്നാണ്. 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് എബവ് 10 lakh ഒരു കൊല്ലത്തിൽ വരെയാണെങ്കിൽ ആ ഇൻഫർമേഷനും ക്രെഡിറ്റ് കാർഡ് കമ്പനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണമെന്നാണ്. അത് ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 10 lakhൻ്റെ എമൗണ്ടിനെ കാട്ടി കൂടുതൽ പലതവണയിലും ആയിക്കോട്ടെ ഒരു കൊല്ലത്തിൽ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ അറിയിക്കും. 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ റീപേ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ടൈം തരും, 50 ദിവസം ടൈം തരും. ആ 50 ദിവസം ടൈം കഴിഞ്ഞാൽ നമ്മൾ റീപേ ചെയ്യണം. ആ റീപേ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ 1 lakhൻ്റെ മുകളിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻഫർമേഷനും ക്രെഡിറ്റ് കാർഡ് കമ്പനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ 30 ലക്ഷത്തിൻ്റെ മുകളിലുള്ള ലാൻഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിലും ആ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ ഇല്ലാത്ത കുറച്ച് വില കാണിച്ചിട്ട് അണ്ടർ വാല്യൂ ചെയ്തിട്ട് സെയിൽ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ 30 ലക്ഷത്തിന് പകരം 29 ലക്ഷത്തിനാണ് സെയിൽ നടത്തണമെങ്കിൽ അതിൻ്റെ മതിപ്പ് വില 35 ലക്ഷമാണെങ്കിൽ ആ ഇൻഫർമേഷൻ പോകും. അത് 29 ലക്ഷം രൂപയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മ്യൂച്വൽ ഫണ്ടും ഷെയർസും ബൈയും സെല്ലും ചെയ്യുന്നവർക്കുള്ളതാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് 10 ലക്ഷത്തിൻ്റെ മുകളിൽ പർച്ചേസ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സെല്ല് ചെയ്യണമെങ്കിൽ ആ ഇൻഫർമേഷൻ ഇൻകം ടാക്സിന് പോകും. പിന്നത്തെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോൺഡ്സ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് 10 ലക്ഷം രൂപയ്ക്ക് ബൈ അല്ലെങ്കിൽ സെല്ല് നടത്തുകയാണെങ്കിൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. പിന്നെ നമ്മൾ ഷെയർസ് 10 ലക്ഷത്തിൻ്റെ മുകളിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് അല്ലെങ്കിൽ പുതിയ IPO കൊടുത്ത കമ്പനി അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ വാങ്ങിക്കുക അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ ത്രൂ 10 lakhൻ്റെ മുകളിൽ ഷെയർസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. അതുമാത്രമല്ല ഒരു ഷെയർ ബൈബാക്ക് വന്ന് അതും 10 ലക്ഷം എന്നുള്ള എമൗണ്ടിനെയും കാട്ടി കൂടുതലുള്ള ഫിഗർ ആണെങ്കിൽ ആ ഇൻഫർമേഷനും പോകും. 15ാമത്തെ ലാസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2016 ഒരു സംഭവം നടന്ന് എല്ലാവരെയും നടുക്കിയ ഒരു സംഭവം. നവംബറിൽ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചപ്പോൾ സാധാരണ കണ്ടമാനം ആളുകളുടെ കയ്യിൽ ബ്ലാക്ക് മണിയൊക്കെ ഉള്ളവർ ഹാർഡ് ക്യാഷ് ഉള്ളവരൊക്കെ ആകെ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു അവസ്ഥയിലായി. അവർ ഈ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആകെ കൂടെ കുറേ ആളുകൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈസയൊക്കെ കൊണ്ടുപോയി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇട്ട്. അപ്പോൾ കുറേ പേർക്ക് നോട്ടീസും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ പീരിയഡ് അതായത് നവംബർ 2016 തൊട്ട് ഡിസംബർ ലാസ്റ്റ് 2016 വരെ കറണ്ട് അക്കൗണ്ടിൽ 12.5 ലക്ഷം രൂപയുടെ മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഇട്ടവരും അതുമാത്രമല്ല സേവിങ്സ് അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപേനേയും കാട്ടി കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഇട്ടവരുടെ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോയിട്ടുണ്ട്. കണ്ടമാനം ആളുകൾക്ക് നോട്ടീസും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് റിപ്ലൈ ഒക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർഡ് ക്യാഷ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. നമുക്ക് കൂടുതൽ വലിയ പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിക്കുമ്പോൾ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവും. പിന്നെ വേറെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകാനായിട്ട് വിസ അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ലോൺസൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഈ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ കിട്ടും. അത് മാത്രമല്ല സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ IT റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ലോസസ് ഒരു കൊല്ലത്തിൽ ഉണ്ടാകുന്ന ലോസസ് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല എവിടെയെങ്കിലും നിന്നൊക്കെ TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടും. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ബിലോ ഇൻകം ആണെങ്കിൽ തന്നെ നമുക്ക് 0 റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫയൽ ചെയ്യണം നല്ലൊരു കാര്യമാണ്. വളരെ കുറച്ച് ആളുകളാണ് ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഫയൽ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു രീതിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല
പുതിയ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.